നമസ്കാരം. വിനായക ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. 2026 എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. നിങ്ങളുടെ വീട്ടിൽ ഒരു കാർത്തിക നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ സൗഭാഗ്യകാലം തെളിയാൻ പോവുകയാണ്. കാർത്തിക നക്ഷത്രം മേടക്കൂറിലും ഇടവക്കൂറിലുമായി വരുന്നു. കാർത്തിക കാൽഭാഗം മേടക്കൂറിലും കാർത്തിക മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമായാണ് വരുന്നത്. അപ്പോൾ 2 രാശികളായിട്ടാണ് കാർത്തിക നക്ഷത്രം നിൽക്കുന്നത്. മേടക്കൂറുകാരായ കാർത്തികക്കാർക്ക് 12-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ദോഷമാണ്. ഇവർക്ക് 7.5 ശനിയുടെ കാലമാണ്. എന്നാൽ ഇടവക്കൂറുകാരായ കാർത്തികക്കാരെ സംബന്ധിച്ച് ശനി 11-ലാണ് നിൽക്കുന്നത്. 11-ൽ ശനി വന്നാൽ അത് ഗുണകരമാണ്. കൂടാതെ ഇടവക്കൂറുകാരായ കാർത്തികക്കാർക്ക് വ്യാഴം 2-ലാണ് നിൽക്കുന്നത്. ധനകാരനായ വ്യാഴം 2-ൽ നിൽക്കുന്നതും ഇവർക്ക് ഗുണകരമാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 3-ലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 2-ലുമാണ് നിൽക്കുന്നത്. ഇത് ജൂൺ 2 വരെയാണ്. ജൂൺ 2-ന് ശേഷം വ്യാഴത്തിൻ്റെ സ്ഥാനത്തിൽ മാറ്റമുണ്ടാകും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 ഇവർക്ക് സമ്മിശ്രമായ ഗുണദോഷങ്ങൾ വരുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. 3-ലെ വ്യാഴവും പിന്നീട് വ്യാഴം 4-ലേക്കൊക്കെ എത്തുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകാം. ഉദ്യോഗം ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കാനും വളരെ നല്ലൊരു സമയമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രമോഷൻ ലഭിക്കുവാനും ശമ്പള വർധനവ് ഉണ്ടാകുവാനും മേലധികാരികളിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കുവാനുമെല്ലാം ഈ വർഷത്തിൽ സാധിക്കും. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ഗുണം കിട്ടുന്ന ഒരു കാലം കൂടിയാണ് 2026. ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുന്ന ഒരു വർഷമാണ് 2026. വിദേശ യാത്രയ്ക്ക് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലൊരു കാലമാണ്. കൂടാതെ മാതൃഗുണം കിട്ടാവുന്നൊരു സമയം കൂടിയാണിത്. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നിവർക്ക് സഹായങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുന്നതാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. കാര്യവിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു വർഷം കൂടിയാണ് 2026. ശത്രുദോഷങ്ങൾ നേരിടുന്നതായിട്ട് വരും. വാക്കുതർക്കങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. കൃഷി ലാഭത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിക്കുന്ന കാലം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്.